ഉത്തമ സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി ഇവനെന്ത് പറ്റി? ഉത്തമോ, പോലീസുകാർ ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളാന്നുണ്ട്. അത് നിന്റെ പെട്ടത്തിലെ തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി കുറയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ, എന്തരാണടേ നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേലും പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. SI സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താൽ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഈ ഉത്തമന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളുടെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച SI യും SP യും IG ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബോംബ് കേട്ടോ? ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണയുടെ മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടെ. എന്താണോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? 84 85 86 87 88 89 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ്. സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്താ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടുന്ന പെൻഷൻ? കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. ഉദ്ഘാടനം കഴിഞ്ഞ മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാലും നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയും കൊണ്ട് സ്കൂളിൽ പോയി. അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലോ? താൻ എന്തൊക്കെ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ? ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തോ. ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ SP ക്ക് എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനേ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നുകൂടെ വന്നേ. ഒരു മിനിറ്റ്. എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അയ്യോ, ഓർമ്മ 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നിന്ന് ഞാൻ ശരിയാക്കി തരാടാ. 1 2. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ. ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.